ഈ യോഗ എന്നുള്ളൊരു സ്റ്റഡി അല്ലെങ്കിൽ ശാസ്ത്രം എന്നാണ് പറയുക. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സ്മോൾ സയൻസ് അല്ല, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സയൻസ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു യോഗ എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തത്, എന്ത് വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ സാങ്കേശാസ്ത്രം പറയുന്നുണ്ട്, പിന്നെ എവിടെയാണോ ദുഃഖം ഉള്ളത് അവിടെ നമുക്ക് ഒരു നോളജ് വരും. ദുഃഖങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ ദുഃഖമാണ്. ആദിദൈവികം, ആധ്യാത്മികം, അങ്ങനെയാണ് 3 തരത്തിലൊരു ദുഃഖങ്ങൾ വരുന്നത്. അപ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു നോളജാണിത്. എങ്ങനെയാണ് ആ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ വന്ന ഒരു നോളജാണ് ഈ യോഗ എന്ന് പറയുന്നത്. അപ്പം യോഗ, അഷ്ടാംഗ യോഗ വഴിയാണ് നമ്മൾ യോഗ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് 8 അംഗങ്ങളാണ് യോഗക്കുള്ളത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, അങ്ങനെ 8 എണ്ണം. അപ്പം ആദ്യത്തെ 5 എണ്ണം ഇറ്റ് ഇസ് മോർ എക്സ്റ്റേണൽ, അതായത് ബാഹ്യ യോഗ എന്ന് പറയും. അടുത്ത 3 എണ്ണം തന്നെ ഇൻറ്റേർണലാണ്, അതായത് ആഭ്യന്തര യോഗ എന്ന് പറയും. അതായത് ആദ്യത്തെ 5 എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കിട്ടുന്ന അവസാനത്തെ 3 എണ്ണം ഈ 5 കാര്യങ്ങളും, ആദ്യത്തെ 5 കാര്യങ്ങളും ചെയ്താൽ താനേ നമ്മളിൽ എത്തിച്ചേരുന്ന ചില കാര്യങ്ങളാണ് അവസാനത്തെ 3 എണ്ണം. അപ്പോൾ ഈ യമ നിയമ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ലൈഫാണ്. അപ്പോൾ യമ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോണ്ടക്ട് എന്ന് പറയും. അത് സാർവഭൗമ, അത് ഫുൾ യൂണിവേഴ്സലി ഇറ്റ് ആക്സെപ്റ്റ്സ് ഗുഡ്. അതായത് സത്യ, അഹിംസ, അതൊക്കെയാണ് നമ്മൾ യമയിൽ പെടുന്നത്. യൂണിവേഴ്സലി നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യനായി സൊസൈറ്റിയിൽ ജീവിക്കുമ്പം നമ്മൾ സത്യം പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അഹിംസ പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ യോഗേൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ വെച്ചായിരിക്കണം നമ്മൾ തുടങ്ങുന്നത് യോഗ. പിന്നെ പറയുന്നത് നിയമമാണ്. നിയമം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോണ്ടക്ട്. അതായത് ശൗച, നമ്മൾ എപ്പോഴും കുളിക്കുക, പല്ല് തേക്കുക, വൃത്തിയായി നടക്കുക, ശൗച, സന്തോഷ, ഇത് പിന്നെ നിയമങ്ങളാണ്. അതായത് കണ്ടെയ്ൻമെൻറ്റ്, ഹാപ്പിനെസ് അല്ല, ഇറ്റ് ഷുഡ് ബി മോർ അണ്ടർസ്റ്റുഡ് ആസ് കണ്ടെയ്ൻമെൻറ്റ്. അപ്പോൾ കണ്ടൻറ്റഡ് ആയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ വരുന്നത്. അങ്ങനെ യമയും നിയമയും കഴിഞ്ഞാലാണ് നമ്മൾ ആസനയിലേക്ക് പോകേണ്ടത്. അതായത് ആസനാസ് ആർ ബോഡി പോസ്ചേഴ്സ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സെയിം ടൈം ഈ ബോഡി പോസ്ചേഴ്സ് കൊണ്ട് മനസ്സാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ആസനേൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സ്ഥിരം സുഖം ആസനം എന്നാണ്. പക്ഷേ ബൈ വേർഡ് നമ്മൾ മനസ്സിലാക്കുന്ന സ്ഥിരം സുഖം ആസനം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ സ്ഥിരമായിരിക്കാൻ പറ്റുക, സുഖമായിരിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു പോസ്ചറാണ് ആസനാസ്. ഇപ്പോഴത്തെ ആസനാസ് ഒരുപാടുണ്ടല്ലോ, പുതിയ ജനറേഷൻ വരും തോറും പലതരം ആസനാസ് എന്നുവെച്ചാൽ എല്ലാം സർക്കസാണ്. ഒരുപാട് സർക്കസ് പോലത്തെ ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ ഈ സുഖമായിട്ടും സ്ഥിരമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡിനെസ്സോടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ആസന. അപ്പോൾ അത് എല്ലാവരും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു യോഗ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആസനാസ് ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെന്ന് വെച്ചാൽ വരുന്നത് പ്രാണായാമയാണ്. അപ്പോൾ വാട്ട് ഈസ് പ്രാണായാമ? ബ്രെത്ത് കൺട്രോളാണ്, അല്ലെങ്കിൽ ബ്രെത്ത് റീഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന ശ്വാസം, അതിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രാണായാമയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രാണ ഇസ് എ വൈറ്റൽ ഫോഴ്സ് എനർജി എന്ന് പറയും. ആയാമ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചിങ് ആണ്. അതായത് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്നതല്ല, പക്ഷെ അതിൻ്റെ ഒരു രീതിയിൽ, ഒരു പ്രത്യേക രീതിയിൽ എടുക്കുമ്പോഴാണ് അത് പ്രാണായാമയാവുന്നത്. അതിൽ ഹോൾഡിങ് 3 തരം വരും. പിന്നെ പൂരക എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻ, അത് ടേക്കിംഗ് ഇൻ എങ്ങനെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. കുംഭക സെക്കൻഡ് പാർട്ട്, അത് എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. രേചക, അത് എങ്ങനെയാണ് പുറത്തേക്ക് വിടേണ്ടതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വലിയ സൂര്യഭേദന പ്രാണായാമം ഉണ്ട്, അത് റൈറ്റ്ലേ ആണ് എടുക്കുക. ആ റൈറ്റ്ലി സൂര്യഭേദന പ്രാണായാമം എടുക്കുമ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് സ്ട്രെങ്തൻ ആവുന്നത്. സെയിം ടൈം സൂര്യഭേദന പ്രാണായാമം കൊണ്ട് അതിന് വാതഹരം എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ വേദനകളും, എല്ലാ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളും അത് ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയും. സോ അത് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സും അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ശാസ്ത്രം ഈ പുസ്തകത്തിലുണ്ട്. എല്ലാ യോഗ പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരം, അതായത് നമ്മൾ സെൻസ് ഓർഗൻസ്, സെൻസ് ഒബ്ജക്ട്സിലേക്ക് കൂടുതൽ എന്താ പറയുക, അറ്റാച്ച്ഡ് ആവാതിരിക്കുക എന്നുള്ളൊരു സെൻസാണ് പ്രത്യാഹാരം. പ്രതി ആഹാരം, ആഹാരം ഫോർ ദ സെൻസ് ഓർഗൻസ്. കണ്ണിനുള്ള ആഹാരം കാഴ്ച, മൂക്കിനുള്ള ആഹാരം മണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ അങ്ങ് മുഴുകി പോവാതിരിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നതാണ് നമ്മളിൽ. നമ്മൾ യമ മുതൽ പ്രാണായാമ വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യാഹാരം സംഭവിക്കും.
ഇതാണ് എക്സ്റ്റേണൽ യോഗ. പിന്നെ അവസാനത്തെ 3 ഇൻറ്റേർണൽ യോഗ എന്ന് പറഞ്ഞാൽ ധാരണ, ധ്യാന, സമാധി. അവർ ബോഡി വിൽ ബി ഫിറ്റ് ഇനഫ് ടു പെർഫോം ധ്യാനം ആഫ്റ്റർ ദ ഫസ്റ്റ് 5 യോഗ അംഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോഡി ഫിറ്റ് ഒരു ഏബിൾ ആവുകയാണ്, നമ്മളെ മനസ്സ് ആ തലത്തിലേക്ക് ഉയരുകയാണ്. ഈ യമം മുതൽ പ്രത്യാഹാരം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരും. നമ്മൾ മനസ്സാവട്ടെ, നമ്മൾ ബോഡി ആവട്ടെ, ഒരു ഉയർച്ചയിലേക്ക് വരും. ആ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ മാത്രമേ ഒരു മനുഷ്യന് ധ്യാനം ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നുകൊണ്ട് ആർക്കും ധ്യാനവും വരില്ല, ധ്യാനം സംഭവിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആർക്കും യോഗ മനസ്സിലാവാത്തത്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടാൽ മാത്രമല്ലേ അത് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ആർക്കും അനുഭവപ്പെടുന്നില്ല, ഒന്നും അനുഭവപ്പെടാത്തത് തന്നെ അതുകൊണ്ടാണ്. ബോഡി ആൻഡ് മൈൻഡ് ഇസ് നോട്ട് ഫിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ധാരണ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ പ്രോസസ്സാണ്. അതായത് നമ്മളൊന്ന് ഇരിക്കുക. പിന്നെ ഭഗവത്ഗീതയിലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, എങ്ങനെ ഇരിക്കണം എന്ന് വരെ എഴുതിയിട്ടുണ്ട്. ധ്യാനത്തിലിരിക്കുമ്പം ഭഗവത്ഗീത ഒരു നല്ലൊരു ബുക്കാണ് ഇത് മനസ്സിലാക്കാൻ, യോഗ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഇരിക്കണം, കഴുത്ത്, തല, ശരീരം എങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ ഇരിക്കാൻ, ഏതിൻ്റെ മേലെ കയറി ഇരിക്കണം, ചൈലാജിന് അന്നിട്ട് എന്തെങ്കിലും ഒരു കോട്ടൺ എന്തെങ്കിലും ഒരു സാധനം വിരിച്ചിട്ട് വേണം അതിൻ്റെ മേലെ ഇരിക്കാൻ. അത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് ധ്യാനത്തിൽ എങ്ങനെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കണ്ണടച്ച് ട്രൈയിങ് ടു കോൺസെൻട്രേറ്റ്, അതാണ് ആദ്യം പറയുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രൈയിങ് ടു കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ ട്രൈയിങ് ടു കോൺസെൻട്രേറ്റ്, അതാണ് ധാരണ. അതിലെന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ വരും. നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റിലാണ് ധ്യാനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ തിരി വെച്ചിട്ടാണ് നമ്മൾ ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ വരും. പിന്നെയും നമ്മൾ അവിടെ ഇവിടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് തോട്ട്സ് ആണ്. അപ്പോൾ തോട്ട്സ് അവിടെ ഇവിടെയൊക്കെ പോകും. പിന്നെയും നമ്മൾ തിരിച്ച് ആ ഫ്ലെയിമിലേക്ക് വരും. നമ്മൾ പെട്ടെന്ന് ഓർക്കും, നമ്മൾ ധ്യാനത്തിലാണല്ലോ. പിന്നെയും ഒബ്ജക്റ്റിലേക്ക് വരും. അപ്പോൾ മനുഷ്യനല്ലേ, പിന്നെയും പോവും. അപ്പോൾ ഈ ഓസിലേഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ ഓഫ് ദ തോട്ട്സ്, പോവുക തിരിച്ചു വരിക, അതാണ് ധാരണ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്റ്റേജ് എത്തും, നമ്മളിങ്ങനെ എപ്പോഴും ദീർഘകാലം നൈരന്തര്യം സത്കാര സേവിതോ ദൃഢഭൂമി എന്നാണ് പറയുന്നത് പതഞ്ജല യോഗസൂത്രത്തിൽ. അതായത് പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം, ദീർഘകാലം, നൈരന്തര്യം, ഡെയിലി, കുറേ കാലത്തേക്ക് ഡെയിലി, സത്കാര സേവിതോ, അതായത് ആ സമർപ്പണ ബോധത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് ആ ഒരു അഭ്യാസമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ധ്യാനത്തിലേക്ക് മാറും. വി വിൽ ബിക്കം വൺ വിത്ത് ദ ഒബ്ജക്റ്റ്. നമ്മൾ ഏതിലാണോ നമ്മൾ ധ്യാനം ചെയ്യുന്നത് അത് ഒന്നായി മാറും. വി വിൽ ബിക്കം വൺ വിത്ത് ദ ഒബ്ജക്റ്റ്. അപ്പോഴാണ് ധ്യാനം സംഭവിക്കുക. അവസാനത്തത് സമാധിയാണ്. സമാധി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഏബിൾ ആവുമ്പം താനെ വി വിൽ മൂവ് ഓൺ ടു സമാധി, സമമായ ധി, അതായത് ബുദ്ധി, സമമായ ബുദ്ധി. ഇന്ന് നമ്മൾ കണ്ടത് പറയുന്നുണ്ടല്ലോ, കേട്ടത് പറയുന്നുണ്ടല്ലോ, അതൊന്നും അല്ല ശരി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വേറെ തന്നെയാണത്. അപ്പോൾ അത് സമമായ ധി ഉള്ളൊരു മനുഷ്യൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സമമായിട്ടുള്ളൊരു ബുദ്ധി അവസാനം കിട്ടും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലിസ്സാണ്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിൻ്റെ അങ്ങേയറ്റമാണ് ബ്ലിസ്. അപ്പോൾ നമ്മളൊരു ബിരിയാണി കഴിച്ചാലല്ലേ ഹാപ്പിനെസ്, അതല്ല. അല്ല നമുക്കൊരു ലഡ്ഡു കിട്ടിയാലേ ഹാപ്പിനെസ്, അതല്ല. അതിൻ്റെയൊക്കെ അങ്ങേ അപ്പുറമുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. വാട്ട് എവർ ഹാപ്പൻസ്, വെദർ യു ആർ ദെയർ ഓർ നോട്ട്, വെദർ ഐ ഗെറ്റ് ഓർ നോട്ട്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നഷ്ടപ്പെട്ടാലും സ്വരൂപിച്ച് കൂട്ടിയാലും എല്ലാം നമ്മളെ സ്റ്റേറ്റ് ഹാപ്പിനെസ്, അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അതാണ് സമാധി. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.